അസ്സലാമലൈക്കും വെൽക്കം ടു കിച്ചീസ് ക്രിയേഷൻ. ഇന്നൊരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല അടിപൊളി ബീട്രൂട്ട് തോരനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. രണ്ട് ബീട്രൂട്ട് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത്, പിന്നെ തേങ്ങ, ഒരു ചെറിയ കപ്പ് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് വെക്കണം. എന്നാൽ മാത്രമേ ഇതൊക്കെ അതിനകത്ത് പിടിച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിക്കൻ ബിരിയാണി, മട്ടൻ കപ്സ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ബാച്ചിലേഴ്സാണ്, ഗൾഫിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കൊരു ചമ്മന്തി പോലും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡെയിലി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ജോലി കഴിയണം, ഞങ്ങൾക്ക് വേഗം ജോലിക്കൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസ് ഇടാനായിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റിലേക്ക് ഉണ്ടാക്കാം. നമ്മളൊരു ഫ്രൈ പാൻ ചൂടാവാൻ വേണ്ടി വെച്ചു. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ തീ കുറച്ച് വെക്കണം കേട്ടോ, ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. ഇനി കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 3-4 വറ്റൽമുളക്, ഞാനിപ്പോൾ 2 എണ്ണം ചേർക്കുന്നുണ്ട്, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 5-6 ചെറിയ ഉള്ളിയുണ്ട്, അതും കൂടെ ചേർത്തൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റാം. അധികം നേരം, നന്നായി മൂത്തൊന്നും വരണ്ട, ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ആ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം ആഡ് ചെയ്യണ്ട. നേരത്തെ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അത്യാവശ്യം നനയുന്ന രീതിയിലാണ് മിക്സ് ചെയ്ത് വെച്ചത്. ഇനി നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മൂടി വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ രീതി നമുക്ക് കുറച്ചും കൂടിയും എളുപ്പമാണ്, പെട്ടെന്ന് തയ്യാറാവുകയും ചെയ്യും, പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ സാധാരണ ഇതേപോലെയല്ലേ ഉണ്ടാക്കുക, തേങ്ങയൊന്നും മിക്സ് ചെയ്യാറില്ല. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സിന് വേണ്ടിയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി വേറെ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.